പണ്ട് ഒരു കർഷകന് തന്നോടൊപ്പം എപ്പോഴും കൂട്ടിനായിട്ട് ഒരു വളർത്ത് നായയും പട്ടി, എ ഡോഗ്, ഒരു കോഴിയും. അങ്ങനെ ഈ കോഴിയും ഈ പട്ടിയും തമ്മിൽ നല്ല സൗഹൃദം. കാരണം ഒരേ വീട്ടിൽ ഒരേ പാത്രത്തിലുണ്ട്. അങ്ങനെ രാത്രിയിൽ ഇവർ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. അങ്ങനെ ഈ പട്ടിയും കോഴിയും നല്ല സൗഹൃദത്തിലാണ്, നല്ല ചങ്ങാത്തമാണ്. പക്ഷെ ഈ കർഷകൻ വെറും കഞ്ചൂസാണ്, നക്കിയാണ്. പട്ടിക്ക് ആവശ്യം പോലെ അതിൻ്റെ ഇഷ്ടത്തിന് ഭക്ഷണം കൊടുക്കില്ല. അത്യാവശ്യം എന്തെങ്കിലും കൊടുക്കും. കോഴി പിന്നെ എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പറക്കി അല്ലാതെ തിന്നോളൂ. ഇയാൾ എല്ലാം കണക്കാണ്. അങ്ങനെയുള്ള കർഷകൻ ഒരു നാൾ തൻ്റെ വീട്ടിൽ രാത്രിയിൽ ഒരു കള്ളൻ കയറാൻ ശ്രമിക്കുന്നു. അപ്പം ഭാര്യയും ഭർത്താവും, ഈ കർഷകനും തൻ്റെ ഭാര്യയും നല്ല സുഖമായി കിടന്ന് ഉറങ്ങുവാണ്. രാത്രിയിലാണല്ലോ. അപ്പോൾ പട്ടി അനക്കം കേട്ട് എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ എന്ന് നോക്കുമ്പോൾ കള്ളനാണെന്ന് അതിനെ മനസ്സിലായി. പക്ഷെ ഇവൻ കുരയ്ക്കുന്നില്ല. അപ്പോൾ കോഴിയും ഈ പട്ടി എഴുന്നേറ്റ മുറയ്ക്ക് കോഴിയും കണ്ണു തുറന്ന് നോക്കുക. എന്തുവാടേ? ഒരു കള്ളനാന്ന് തോന്നുന്നു. പെട്ടെന്ന് നീ കുരയ്ക്ക്, യജമാൻ ഉണർത്ത്, ഇല്ലെങ്കിൽ ഇങ്ങയുടെ ഇതൊക്കെ മോഷ്ടിച്ചോണ്ട് പൊയ്ക്കളയും, കള്ളനാണ്. അവിടെ പട്ടി പറഞ്ഞേ അത് കൊണ്ടുപോട്ട്. എന്തായാലും യജമാൻ എന്ന് പറയുന്നവനെ നമ്മളോട് നന്ദിയൊന്നും ഇല്ലല്ലോ. അയാൾ ഒത്തിരി അയാൾ സ്വരൂപിച്ച് വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ ഇത്തിരി ആയിട്ടല്ലേ വല്ല ഭക്ഷണമൊക്കെ വല്ലതും തരത്തുള്ളൂ. അത് പോട്ടെ എന്നുള്ള നിലപാടിലാണ് ഈ പട്ടി. കോഴിക്കാണെങ്കിൽ ശരിയല്ലല്ലോ, നമ്മൾ അങ്ങേരെന്തായാലും തന്ന ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കുന്നത്, അങ്ങേരല്ലേ നമ്മൾ നോക്കിയും കണ്ട് വളർത്തുന്നത് എന്ന് കോഴി. പക്ഷെ പട്ടി മൈൻഡ് ചെയ്യുന്നില്ല. പട്ടി പിന്നെ കിടന്നങ്ങ് ഉറങ്ങി. ഉറങ്ങുന്ന പോലെ നടിച്ചു. ഉറക്കം വരുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഈ കോഴി കിടന്ന് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. വെളുപ്പം കാലത്തല്ലേ കോഴി കൂവേണ്ടത്. ഈ പാതിരാത്രി ഇങ്ങനെ പാതിരാ കോഴി പോലെ കോഴി കൂവാൻ തുടങ്ങി. യജമാന് ഉറക്കം നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ ഓടി വന്ന് കൈ കിട്ടിയൊരു വടി കൊണ്ട് കോഴിയെ അടിച്ച് കോഴി അങ്ങ് ചത്ത്. അപ്പം അയാളാ ഉറക്കപ്പിച്ചിൽ ഈ ചത്ത കോഴിയെ വീട്ടിനകത്ത് കൊണ്ടുപോയി ഒരു ഐസ് പെട്ടിക്കകത്ത്, അന്നത്തെ കാലത്ത് ഫ്രിഡ്ജൊന്നുമില്ല, എന്തായാലും അയാൾക്കൊരു ഐസ് പെട്ടിയുണ്ട്. ആ ഐസ് പെട്ടിക്കകത്ത് ഈ കോഴിയെ കൊണ്ടങ്ങിട്ട് എന്നിട്ട് അയാൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോയി. അപ്പം ഈ തക്കം നോക്കി കള്ളൻ തൻ്റെ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന, ഈ കർഷകൻ്റെ പെട്ടിയിൽ സൂക്ഷിച്ച പൈസയൊക്കെ അടിച്ചുകൊണ്ടങ്ങ് പോയി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഇയാൾക്ക് ഈ പൈസ നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത്. എങ്കിലും കോഴിയാണ് തന്നെ ഉണർത്താൻ ശ്രമിക്കുന്നു എന്ന് അറിയുന്നില്ല. എന്തായാലും പട്ടിയെ പള്ളു പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പട്ടി തൻ്റെ ജോലി നിർവഹിക്കാത്തത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ അർഹതപ്പെട്ട സ്ഥാനങ്ങളുണ്ട്. കോഴി രാവിലെ അതിൻ്റെ ജോലി ചെയ്താൽ പോരെ, കൂവിയാൽ പോരെ. പട്ടി കുരയ്ക്കേണ്ടതായിരുന്നു, അത് അതിൻ്റെ ജോലി ചെയ്തുമില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ അർഹതപ്പെട്ട ജോലിയുണ്ട്. അത് അവരവർ നിർവഹിക്കുക. മനുഷ്യ ജീവിതത്തിലാണെങ്കിലും ഓരോന്നും ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുണ്ട്. അതത് ജോലികൾ അവരവർ ചെയ്താൽ മതി. ഇന്ന് ഈ സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ കൗൺസിലിംഗ്, സൈക്കോളജി ഉൾപ്പെടെ ഒരു അർഹതയില്ലാത്തവർ ഒരാഴ്ചത്തെ എന്തോ സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ മേടിച്ചും കൊണ്ട് സ്വയം പ്രഖ്യാപിത സൈക്കോളജിസ്റ്റായിട്ടും കൗൺസിലേഴ്സായിട്ടും മെൻ്റൽ ഡോക്ടേഴ്സായിട്ട് എന്തൊക്കെയോ മാനസിക ആരോഗ്യത്തെക്കുറിച്ചും ആധ്യാത്മികതയും സൈക്കോളജിയെക്കുറിച്ചൊക്കെ പറയുന്നത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോഴിയും കൂവത്തില്ല, പട്ടിയും കുരയ്ക്കത്തില്ല. എന്താണ് എന്തൊക്കെയോ പറയുകയാണ്. ഇതെല്ലാം കേൾക്കാൻ, ലൈക്ക് ചെയ്യാൻ ആയിരക്കണക്കിന് ആൾക്കാരും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നേ ലോകം. എന്തായാലും അവരവർക്ക് അർഹതപ്പെട്ട പണികൾ ചെയ്യും. ഈ മുറി വൈദ്യം ആളെ കൊല്ലും എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ. എന്തായാലും ഞാൻ കൊല്ലം ഐത്തിലെ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റാണ്. നമുക്ക് മുഖത്തലയിലെ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഇവിടെയും കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, അനുബന്ധമായിട്ടുള്ള ഫാമിലി കൗൺസിലിംഗ്, ചൈൽഡ് സൈക്കോളജി ഒക്കെ ഉണ്ട്. പോരാത്തിന് നമുക്ക് മെഡിറ്റേഷൻ ക്ലാസ്സസ് ഉണ്ട്, ഉക്കുലേലെ മെഡിറ്റേഷൻസ്.
സുഗന്ധവും സംഗീതവും ധ്യാനവും അറിവും എല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ളതാണ് ഉക്കുലേലെ മെഡിറ്റേഷൻസ്. അറിവിൻ്റെ മുത്തുകൾ, പേൾസ് ഓഫ് വിസ്ഡം. 9605743596. അതുകൊണ്ട് നിങ്ങൾ വിളിക്കൂ, അർഹതപ്പെട്ട എനിക്ക് ഒരു അവസരം തരൂ. നന്ദി.